ഞാൻ നിന്നൊഴിഞ്ഞതല്ല, ഞാൻ ദൈവത്തിന് പ്രാർത്ഥിച്ച ഈ സമയത്ത് നിന്നോട് ആരെവിടെ നിൽക്കാൻ പറഞ്ഞു? ഞാൻ എവിടെ ആദ്യം ഇരുന്നത്? ഒന്നാമത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണോ വേണ്ടത്? ബഹുമാനത്തോടെ എണീറ്റിട്ടുണ്ടേ. ഇല്ല, ഞാൻ തലൂത്തിക്കാം. ഇവിടെ ഒരാൾക്കുള്ള വട്ട് പോരാ, ഇനി എന്നെ കൂടെ വട്ടാക്കാത്ത കുറവുള്ളൂ. എന്താ ഇവിടെ ഈ പറയണ? ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടില്ലേ ഞാൻ ഈ ദൈവത്തിന് പ്രാർത്ഥിക്കണത്? അതിന് ഇങ്ങനെ വേഷം കെട്ട് കാണിക്കല്ല വേണ്ടത്. ഇത് വേഷം കെട്ടത്? പിന്നെ അല്ലാതെന്താ? ഒറ്റമുണ്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക, ആൾക്കാരൊക്കെ നോക്കി ചിരിക്കും. എന്റെ ഭഗവാനെ, ഇവൾക്ക് അറിവില്ലാത്തത് കൊണ്ട് പറയണതാണ്, അവൾക്കൊന്നും വരുത്തല്ലേ. അതെ, കുടുംബത്തിലെ ഐശ്വര്യം വേണമെങ്കിലേ കുടുംബത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. എന്താണ് ഇവിടെ കൃത്യമായിട്ട് നടക്കാത്തുള്ളത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യണുണ്ടോ? ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? എന്താ നീ ചെയ്യേണ്ട കാര്യം? ഞാൻ സമ്മതിക്കായിരുന്നു. ആ കൊച്ചു 10ാം ക്ലാസ്സിലെ ട്യൂഷന് വിടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിക്കണ്ടോ? എടി, നിന്നോട് ഞാൻ പറഞ്ഞു അവനെ ട്യൂഷൻ വിടാതിരിക്കാനുള്ള കാരണം പലതവണ ഞാൻ നിന്റെ ആങ്ങളെ വരുന്നുണ്ടല്ലോ. എന്താവശ്യത്തിനാണാവോ? എന്തിനിപ്പോ ആവശ്യം? പെങ്ങളെ അളിയനെയും കാണണമെന്ന് തോന്നിണ്ടാവും, അല്ലാതെ നിങ്ങളുടെ അനിയൻ ആ മന്മഥം വരും പോലെ പൈസക്ക് വേണ്ടി വരണല്ല. കണ്ടറിയാം. എങ്ങോട്ട് പോണേ? പൂജ തുടങ്ങിയോ അളിയാൻ? എന്താ എപ്പഴാ പൂജ ഇല്ലാത്ത? വിശ്വാസൊക്കെ ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞ കേക്കണ്ടേ? ആ കൊതുകിന്റെ ശല്യം ഉണ്ടാവില്ല, അതന്നെ വലിയ കാര്യല്ലേ. പിന്നെ അതെ, ഞാൻ പറയായിരുന്നു ശീതലേട്ടാ, ഞാൻ ഒരു കാര്യം പറയാനാ വന്നേ. എനിക്കൊരു 5000 ഉറുപ്പിയുടെ അത്യാവശ്യമുണ്ട്. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ട പണ്ട് പറഞ്ഞു. എന്തിനും മാർഗമുണ്ടോ നോക്കും. പണ്ടോ ആ തലൊന്നുകൊണ്ട് മാറ്റി. എന്തേ? അല്ല, ഈ വന്നിരിക്കണതേ എന്റെ അനിയൻ മന്മഥനാണോ അതോ അളിയൻ ശീതളനാണോ എന്ന് ഉറപ്പുവരുത്തിയതാ. അളിയെ കളിയാക്ക? കളിയാക്കിയതല്ല അളിയാ. അപ്പൊ അളിയങ്ങട് വരുമ്പോ ഇവിടെ എന്താ പറഞ്ഞെന്നറിയോ? എന്റെ ആങ്ങളെ വരുന്നതേ നമ്മളെ കാണാനാണ്, അല്ലാണ്ട് നിങ്ങളുടെ അനിയൻ വരുന്ന പോലെ കാശിനല്ലാന്ന്. അപ്പൊ അളിയനാണോ അനിയനാണോ എന്നൊന്ന് ഉറപ്പുവരുത്തണല്ലോ. ആക്കല്ലേ അളിയാ, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തന്നേക്കാം. ഇപ്പൊ പൈസയുടെ കാര്യമാണോ വലുത്? പിന്നെ അല്ല, ഇവിടെ വേറെ കാര്യങ്ങളും ഉണ്ടല്ലോ. ശീതലേട്ടൻ കേക്കണം, മോൻ 10ലല്ലേ, അവനെ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ വിടാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ട്യൂഷൻ വിടണട്ടാളിയാ, കുട്ടീനെ ട്യൂഷൻ വിടണേ, അല്ലെങ്കിൽ A+ എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. എന്റെ അളിയ എന്തിനാ അവന് ട്യൂഷന് വിടണത്? അവൻ 10ാം ക്ലാസ് പാസ്സായിട്ട് എല്ലാ വിഷയത്തിലും A+ കിട്ടണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അതിന് ട്യൂഷന് വിടണമെന്നൊന്നുമില്ല. എന്നാ പിന്നെ അവനെ സ്കൂളിലേക്കും വിടണ്ട, അവൻ ഇവിടെ വീട്ടിൽ കിടന്നുറങ്ങിക്കോട്ടെ. ദൈവം വിചാരിച്ച വെറുതെ കിടന്നുറങ്ങണവനും A+ കിട്ടും. എന്റെ അളിയ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, ദൈവദോഷം ഉണ്ടാവും. അളിയ, ഞാൻ ദൈവത്തിന് നിന്നിച്ചോന്നല്ല, ഞാനും ദൈവവിശ്വാസിയാണ് എന്ന് വിചാരിച്ചിട്ട് ദൈവം എല്ലാം ഉരുട്ടി വായിലേക്ക് വെച്ച് വരും പറഞ്ഞ് വീട്ടിൽ കുത്തിയിരുന്ന പട്ടിണി ഇറന്ന് രാവിലെ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ എന്നാ. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യണം, എന്നാലേ അതിന്റെ കർമ്മഫലം കിട്ടുള്ളൂ. അല്ലാണ്ട് ഒന്നും ചെയ്യാണ്ടെങ്കിലും കുത്തിയിരുന്നിട്ട് കർമ്മഫലം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന നടക്കുവോ? അങ്ങനെയൊന്നല്ല. ഏത് നേരം ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരുന്ന പറഞ്ഞേക്കണത്. അതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും നടക്കണുണ്ട്. ശരി, അത് കൃത്യമായിട്ട് നടക്കണ്ടല്ലോ. പുള്ളി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവം മണ്ടോദരിയുടെ വേഷത്തിൽ ഇങ്ങോട്ട് വരിക, പഞ്ചായത്ത് ഓഫീസിൽ പോവുക, ജോലി എടുക്കുക, അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മേടിക്കുക, അതിന് അരി മേടിച്ച് ഈ സുഗതനെ തീറ്റിക്കുക. എന്തായാലും അങ്ങനെ പറയണേ? ഞാനും ജോലിക്ക് പോയിരുന്നല്ലേ, പല ജോലിയും ചെയ്താ. കച്ചവടം പൊളിഞ്ഞു, ഞാൻ വീട്ടിലായി. അതിനെന്ത് ചെയ്യാനാ? കച്ചവടം പൊളിയാനുള്ള എന്താ കാര്യം? അതെന്താ കാര്യം? ഈ ദൈവവിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അളിയും എല്ലാവരെയും ക്യാഷിൽ പിടിച്ചിരുത്തിയിട്ട് അളിയാ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ പിന്നെ അവരും പ്രാർത്ഥിച്ചോണ്ടിരിക്കാനല്ല, അവർക്ക് കിട്ടാനുള്ളൊക്കെ അവരെടുത്തു. ദൈവം കണ്ടില്ല. എന്റെ ഭഗവാനെ, ഇവരെന്തൊക്കെ ഈ പറയണേ? അവരോട് പൊറുക്കണേ ദൈവേ. അതെ, നീ അറിയാതെ ഓരോന്ന് പറയല്ലേ. എനിക്ക് അങ്ങനെ കച്ചവടം പൊളിഞ്ഞത് ദൈവനിശ്ചയാണ്. ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ്സിന് ഇറങ്ങണമെന്നും അത് പൊളിയണമെന്നും വീട്ടിലിരിക്കണം എന്നാണ് ഭഗവാന്റെ നിശ്ചയം. അത് നടന്നു, അതിനെന്താ കുഴപ്പം? അത് ശരി. എന്നാ ഒരു ദൈവനിശ്ചയം കൂടി ഞാൻ പറയാം. ഞാൻ അത്യാവശ്യം ഒരു 5000 ഉറുപ്പിയുടെ കാര്യത്തിന് അളിയന്റെ അടുത്ത് വന്നപ്പോ അളിയൻ ആ കാശ് എനിക്ക് എടുത്ത് തന്നെന്നും ഞാൻ സുഖമായിട്ട് ഇവിടെ ഇറങ്ങിപ്പോയി എന്നും ഒരു ദൈവനിശ്ചയുണ്ട്. ആ കാശ് ഇങ്ങോട്ട് താഴെ ഞാൻ പോട്ടെ. അങ്ങനെ ഒരു ദൈവനിശ്ചയം ഇല്ല. കാരണം ദൈവം അങ്ങനെ നിശ്ചയിക്കില്ല. ദൈവത്തിന് അറിയാം എനിക്ക് നിനക്ക് തരാം 5000 ഉറുപ്പ്യ ഇല്ലാന്ന്. എന്നാ വേറെ ദൈവനിശ്ചയം ഞാൻ പറയാം. എന്റെ ആങ്ങളെ വന്ന് 5000 ചോദിക്കുന്നും ആ 5000 ഞാൻ കൊടുക്കുന്നും
ദൈവത്തിന്റെ ഒരു നിശ്ചയുണ്ട്, ഞാൻ തരാം. അല്ല ദൈവമേ എന്തെങ്കിലും ഒന്ന് വേഗം നിശ്ചയിക്ക്. ഇനിയിപ്പോ അതും പോയി മുടക്കണാവോ?